പൊതുവെ ഞാൻ തടിക്കുന്നുണ്ടോ മെലിയുന്നുണ്ടോ എന്ന് നോക്കി കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ലൈക്ക് എന്താ ചെയ്യുന്നത്, തടിച്ചാലും കുറെ അഭിപ്രായം. ഞാൻ പിന്നെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഞാൻ അതിലാണ്. ഞാനിപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നുള്ളതിൽ തന്നെ ഞാൻ എന്തായിരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളതിലാണ് ഞാൻ നടക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും എടുത്താൽ ഈ ഓവർ തിങ്കിങ് ഇല്ലാതായിക്കോളും. അതെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറെ സമയം എടുത്തു. ആദ്യം ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്താലും ആൾക്കാര് ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കി ഇന്ന് ഒത്തിരി എല്ലാത്തിലും, ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വെറുതെ ഞാനൊരു ദിവസം എയർപോർട്ടിൽ ഒരു ഭയങ്കര കുറെ നേരത്തെ ജേർണി കഴിഞ്ഞ് വന്ന് ഞാൻ ഇത് ലഗേജ് എടുക്കാൻ നിൽക്കുക, വെറുതെ അങ്ങോട്ട് പോയിട്ട് വെറുതെ നടന്നു പോകുന്നവര് ഏതോ ഒരു അങ്കിൾ തന്നെ തടിച്ചു കേട്ടോ കമന്റ് ചെയ്തങ്ങ് പോയി. പുള്ളി വേറെ വർത്താനമൊന്നുമില്ല. ഞാനപ്പോ ഇങ്ങനെ നോക്കിയത് എൻറ്റയർ എയർപോർട്ട് നോക്കി ഇയാൾ എന്തെന്നായി വിളിച്ചു കൂടി പോയെന്നുള്ളത്. അപ്പം അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഫേസ് ചെയ്യാൻ. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അതിലേക്ക് ഞാൻ സാച്ചുറേറ്റഡ് ആയിട്ട് ഞാൻ ഇനിയിപ്പം എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഇതിലേക്ക് എത്തിയത്. ഞാൻ പെട്ടെന്ന് ഷോക്കായി. പിന്നെ എവിടുന്ന വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയൊക്കെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറെ കഴിഞ്ഞപ്പം സാച്ചുറേറ്റഡ് ആയി. എനിക്കത് വരുമ്പോൾ തന്നെ ആശ്രിത മെലിഞ്ഞു എന്നാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അത് വിഷമായി പോയി മെലിഞ്ഞു കണ്ട സമയത്ത്. ഞാൻ മെലിഞ്ഞു എന്നുള്ളതിനേക്കാൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി ഓർത്ത് വിഷമിച്ചാൽ മതി. പക്ഷെ ഈ ഫുഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ വെയിറ്റ് കുറക്കുന്ന പോലെ തന്നെ കൂട്ടാന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ ഈ വെയിറ്റ് കുറക്കുന്ന ഒരു ഫുഡ് എന്ന നിലയിൽ ആശ്രയിച്ചത് കുറച്ചാണ്. പക്ഷെ ആ സിനിമയും ആ ക്യാരക്ടറും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ രോഹിത്തായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ ഫിക്സ് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഞാനും അങ്ങനെ ഈ ഒരു മസ്കുലർ അങ്ങനത്തെ ഒരു കാര്യം എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അത് ഒന്ന് ചെയ്യണം, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ സ്വയം ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ശ്രമം എടുത്ത് നോക്കിയത്. ഇപ്പം തടി വെക്കാൻ പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ കെട്ടോണന്റെ മാലയുടെ സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോൾ ആദ്യം തന്നെ നിസാം എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് തടിച്ചിട്ടുള്ള നല്ല കവിളൊക്കെ ഉള്ള കുറച്ച് കുമ്പയൊക്കെ ഉള്ള ഒരാള് വേണം, ശ്രീവാച്ചന്റെ ലുക്ക് അതാണെന്ന് പറഞ്ഞു. അത് എന്തൊരു സുഖമായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ. തിരിച്ചു കുറയ്ക്കാനാണ് പാട്. ഇപ്പം മലയാളത്തിലെ ഒരുപാട് ആക്ടേഴ്സ് ഇപ്പൊ തമിഴിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. സോ ആസിഫിക്ക് എപ്പോഴും തമിഴിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ടോ? സാധ്യതകളുണ്ട്, ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ബാക്കി ഏത് ഭാഷകളേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് വന്ന സിനിമകൾ നല്ലത് മലയാളത്തിൽ നിന്നായിരുന്നു. നമ്മൾ ഇപ്പം പൊതുവേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി മൊത്തത്തിൽ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആളുകൾ സംസാരിക്കുന്നതും അതാണ്. ഭയങ്കര രസമുള്ള സിനിമകൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് കൂടുതൽ വരുന്നത് മലയാളത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് അതർ ലാംഗ്വേജസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടില്ല. ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി മോശമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് വന്ന് അതിന് വേർത്തായിട്ടുള്ള ഒരു പ്രൊജക്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, എൻ്റെ മേളിൽ വരുന്ന ബിസിനസ്സും എൻ്റെ സിനിമകൾക്ക് ഉണ്ടാവുന്ന റീച്ചിനും ഒക്കെ അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്ട് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. ഇത് ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്യാനുണ്ട്. അതായത് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു, കുറച്ച് പോപ്പുലറായി, കുറച്ച് ഫെമിലിയർ ഫേസ് ആയി കഴിയുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് എല്ലാം കൃത്യമാണെന്നും ഭയങ്കര ഇന്റലക്ച്വൽ ആയുള്ള മറുപടികൾ നമ്മുടെ അടുത്ത് വരും എന്നുള്ള പ്രതീക്ഷ ഭയങ്കര തെറ്റാണ്. നമ്മള് സിനിമകൾ ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്, ആളുകൾ നമ്മളോടൊരു പ്രത്യേക സ്നേഹം കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം കൃത്യമാവണമെന്നോ ഒന്നുമില്ല. തെറ്റുപറ്റാം, മണ്ടത്തരം പറയാം, അതിനൊക്കെ ഉള്ള സാധ്യതകൾ നമ്മളുടെ അടുത്ത് നിന്ന് വരും. പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ ഹോട്ടായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ശരിയാ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ എപ്പോഴും നല്ല ഭയങ്കര അർത്ഥവത്തായി സംസാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രിയിലുണ്ട് കേട്ടോ. ഒത്തിരി നല്ല വിവരമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ പോയി പലതും പറഞ്ഞ് പണ്ടത്തിരുത്തി ചാടിയിട്ടുണ്ട്. ചിലതൊക്കെ വായിന്ന് വീണ് പോണതാണ്, ചിലത് നന്നാവും, ചിലത് കുളമാവും. ഞാൻ മൊത്തത്തിൽ സൈലന്റാ. കാരണം എന്നറിയോ, ഞാനെല്ലാം അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ വലിയ അങ്ങനത്തെ ഡയറക്ടറൊന്നുമല്ല, നിങ്ങൾ ഇത് ഓവർ ഞാനാണ്, നിങ്ങളുടെ മേക്കിംഗ് ഞാനാണ്, ഞാനൊന്നിനും ഒബ്ജക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഒരു പോളിസി ഞാൻ പിള്ളേരോടും പറയാറുണ്ട്. ഞാനത് ഈയിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ആരാണ്ട് വന്നു. ഞാൻ ഐ എം നോട്ട് ആൻസറബിൾ ടു ഓൺലി വൺ പേഴ്സൺ ഇൻ മൈ ലൈഫ്, മൈ വൈഫ്.
ഈവൻ മക്കളോട് പോലും ഞാൻ ആൻസറബിൾ ഒന്നുമല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടുപോകും. വൈഫ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് നമ്മുടെ കൂടെ ലൈഫ് ലോങ്. ഇത് കംപ്ലൈൻറ്റ് ബ്രദേഴ്സും ബാക്കി എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു പോകും. നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ആ വ്യക്തിയാണെന്ന് ആ വ്യക്തിയോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതല്ലാതെ ഞാൻ ആരോടും എനിക്ക് ഇതില്ല. എനിക്ക് സൊസൈറ്റിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണോ ജീവിക്കാൻ? ഇപ്പോൾ താൻ പറഞ്ഞില്ലേ ഓവർ തിങ്കിങ്, ഞാൻ അതിൻ്റെ അടുത്തൊരു ഇതെന്നറിയോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഹെൽത്ത് പോയി നാളെ ഞാൻ കിടപ്പായ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം വന്നു, അല്ലെ വേറൊരു ഇഷ്യൂ വന്നു, ഒരാൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നം. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കും, മനസ്സിലായില്ലേ, വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പം ഭയങ്കര സമാധാനമായി. ഇത് ഞാൻ പണ്ടുപോലെ ഇതിനെ മദർ പഠിപ്പിച്ച, നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണുള്ളൂ. അവർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഇവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം. അതുണ്ടാവില്ല. നമ്മുടെ അയലോക്കത്തിരുന്ന് നമ്മുടെ കുറ്റം പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ അയലോക്കക്കാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ ഉണ്ട്, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പെർഫെക്റ്റ് അല്ല, ഒത്തിരി കുറ്റവും കുറവുമുണ്ട്, അത് ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. എൻ്റെ മുഖത്ത് നോക്കി 1-2 പേര് ചില സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആണോ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ കഴിവ്, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്തെന്ന് പറഞ്ഞപ്പം പുള്ളി കുറച്ച് നേരം ഇങ്ങനെ കേട്ടോ, അല്ല ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ചേട്ടൻ ഇങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല ഞാൻ എന്തിനാണ് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുന്നത്? അവരങ്ങനെ ചിന്തിച്ചോട്ടെ, അത് അവരുടെ കാഴ്ചപ്പാട്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ആസ് ലോങ് ആസ് എന്നെ ഫിസിക്കലി ഉപദ്രവിക്കാത്തടത്തോളം കാലം എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ആരുടെയും വായടയ്ക്കാൻ പറ്റത്തില്ല. ദൃശ്യം 3 കഥകൾ ഒത്തിരി പേര് അയച്ചു തരുന്നുണ്ട് ഞാൻ കേട്ടത്. ഒന്നും വായിക്കുക പോലും ചെയ്യാതെ ഡിലീറ്റ് ആക്കി കളയാണ്. സ്വന്തം നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ദൃശ്യം 3 വരണം എന്നതാണ് ആഗ്രഹം. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ദൃശ്യം 3 വരുമ്പോൾ ഒരു ഇപ്പൊ കുറ്റബോധമുള്ള ഒരു നായകനായിരിക്കോ ഈ സിനിമയിൽ? ഇതിപ്പോ ഞാൻ കഥ എന്താന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മിറാഷിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ വന്നിട്ട് മിറാഷിനെ ഒഴിവാക്കി കളയുകയാണോ എന്നുള്ളൊരു സങ്കടത്തിരിക്കുന്നു. അല്ല, അത് ബേസിക്കലി ഞാനത് എഴുത്തിലാണ്. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ഒന്നും പറയുന്നത് ശരിയല്ല, പറയാൻ പാടില്ല. അതുകൊണ്ട് കാരണം അതെന്നറിയോ, എൻഡ് ഓഫ് ദ ഡേ ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലാവും, അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. ഇപ്പം ഇത് ടൈപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് എൻ്റെ ജെയിംസ് ഉണ്ട്, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ടൈപ്പ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവന് 2 ആൺപിള്ളേരാണ്. ആ പിള്ളേർ അതുവഴി പോയി കഴിഞ്ഞപ്പം എന്താ ദൃശ്യമാണോ? അപ്പോൾ പെട്ടെന്ന് ഇവൻ പറഞ്ഞു അല്ല, അവരങ്ങ് പോയി. ഇത് കഴിഞ്ഞ് എപ്പോഴോ 2ാമത്തെ ദിവസം ഞാനിത് പേപ്പറിൽ എഴുതിയിട്ട് അത് കൊടുത്തു വിടും, അവനവിടെ നിന്ന് ടൈപ്പ് ചെയ്യും. എപ്പോഴും അവൻ പോയപ്പോ ജോർജ് കുട്ടിയോ ഞാൻ ഇടത്തി കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തിട്ടോ. ശരിക്കും ഞാനിപ്പോ ആലോചിച്ചത് ആ മുറി തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, ക്യൂരിയോസിറ്റിയാ. പിള്ളേർ ചോദിച്ചു ഒന്ന് വായിക്കുന്നത് കുറച്ച് അപ്പം ജെയിംസ് ഒന്നും പറ്റത്തില്ല, ശരി അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ പിന്നെ അവരങ്ങ് പോയി. പലർക്കും ഭയങ്കര ക്യൂരിയസാ, ഒത്തിരി ആൾക്കാർ ക്യൂരിയസാ, അത് എനിക്ക് മനസ്സിലാവും. പക്ഷെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റിയല്ല. ബേസിക്കലി അതൊരു ബാഗേജ് ഉണ്ട് നമുക്ക്. ആൾക്കാർ 2ന്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ലെവലിൽ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ഒക്കെ പ്രതീക്ഷിച്ച് വരുന്നതാണെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ ഒരു നല്ല സിനിമ, ഒരു എൻ്റെ ഒരു തോട്ടിൽ ഞാൻ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല സിനിമ ആയിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് ഈ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനകത്ത് ഞങ്ങൾക്ക് കണ്ടെത്താവുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ ആ സിനിമ ഇറക്കും. ആ സിനിമ നന്നായിട്ട് ഓടിയാൽ സന്തോഷം. ഇനി അത് ഓടിയില്ലേ, ഓക്കെ, കുഴപ്പമില്ല, എവിടെയോ എനിക്ക് പാളിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, ഞാൻ അതുകൊണ്ട് ഇപ്പം പോയി ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ അതേയും എനിക്ക് അടുത്ത സിനിമയുണ്ട്, അതിൻ്റെ പരിപാടിയായിട്ട് ഞാൻ നീങ്ങും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും ഞാൻ അതിനെ അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ട്, അത് വേണം, അത് നല്ലതാണ്. ഈ സക്സസ് മാത്രം വന്നാലൊക്കെ നമുക്ക് പല ഇതുണ്ട്. അപ്പം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് വേണം. നമ്മൾ കുറച്ചങ്ങ് ലൈഫ് അങ്ങ് പോയി. ഞാൻ ഈ സിനിമയിൽ വന്ന് ഇത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഒത്തിരി മാറ്റം വന്നത്, എനിക്ക് ഒത്തിരി, ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. എല്ലാത്തിനും എന്നെ ഇത് ചെയ്യാനും ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ പഠിച്ചു, അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഫെയിം എനിക്ക് പണ്ടേ വലിയ അങ്ങനത്തെ ഒരു ഇതല്ല. ഞാനൊരു നാട്ടിൻപുറത്തൊരു കൃഷിക്കാരൻ, അങ്ങനത്തെ ഒരു ബാക്ക്ഡ്രോപ്പ്, എൻ്റെ മനസ്സിപ്പോഴും അതാണ്. ഞാൻ വീട് വെച്ചിരിക്കുന്ന ഒരു ടൗണിൽ നിന്ന് മാറിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടം, അങ്ങനത്തെ ഒരു ലൈഫ്. സിനിമ കഴിഞ്ഞാൽ വീട്ടിൽ പോകും, അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഫെയിം ഒന്നും എന്നെ ഒരിക്കലും ചെയ്തിട്ടില്ല.